ഓരോ ബുൾസയും ചായ വാങ്ങിക്കണേ. ബുൾസാക്ക് മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോണ്ട് പറ. എന്താ തങ്കമണി, മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കിൽ വാങ്ങണം. കുഞ്ഞില്ലേ, കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട വിഴുങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ. മേലിൽ നിന്നെയോ നിന്റെ ആൾക്കാരെയോ ഈ കോളേജിനകത്ത് കണ്ടാൽ കൊന്നുകളയും. റാസ്കൽ. രാമേന്ദ്രൻ, ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 കുരങ്ങളെ കണ്ടിട്ടില്ല. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാര്യങ്ങളും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒന്ന് കേറ. ഇനി ഒരിക്കൽ സൗകര്യം പോലെ വന്നോളാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഇത് കൊള്ളാമല്ല. താമസക്കാരനില്ലാത്ത സമയം നോക്കി ഒരു പെണ്ണ് വീട് കുത്തി തുറന്ന് അകത്ത് കയറിയിട്ട് തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുക. ഈ വീട്ടിൽ എന്ത് തോന്നിവാസം കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. തന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങിയിടാൻ? 4 പേര് കയറി വന്ന് എന്റെ കണവന്റെ വീട് കാണുമ്പോ അത് തോന്നിയാസം കിടന്നാൽ അതിന്റെ കുറച്ചിൽ എനിക്കാ. സാറ് വരണം. വാചകമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഫിറ്റ് ചെയ്യാം. എങ്ങോട്ടാ? ഷോപ്പിങ്ങിന്. ഇനി സാധനം കുറെ മേടിക്കാനുണ്ട്. നടക്ക. വാദ്യാർക്ക് നമ്മുടെ വക ഒരു ചെറിയ വാണിംഗ് കൊടുക്കാം. ഇറങ്ങാം. ശരി. മൈ ഗോഡ്, ആരാണ് ഈ വൃത്തിയേട് ചെയ്തത്? ഇപ്പൊ ഇതിന് പോകാൻ പറ്റില്ല. നമുക്ക് ടാക്സി പോവാം. വീട്ടിൽ ചെന്ന് ഡ്രൈവറെ പറഞ്ഞു വണ്ടി എടുപ്പിക്കാം. ഇന്ന് അവധി ദിവസമാണ്.
അമ്മയെ കാണാൻ വന്നാലോ എന്നാലോചിച്ചു. അമ്മയ്ക്ക് വീട് വിട്ടു വരാൻ ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. ഇങ്ങോട്ട് വരണമെന്ന് എന്ന് തോന്നുന്നു അന്ന് ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പറ്റിയ മരുമോളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ദേ, അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. വാതോരാതെ എന്തെങ്കിലും കുലുകുലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആളൊരു സാധുവാണ് കേട്ടോ. ശമ്പളം കിട്ടിയാൽ ഉടനെ കുറെ കാശ് അമ്മയുടെ പേർക്ക് അയക്കാം. വീടൊന്ന് പുതുക്കണം. ഹ. അത് ശരി, പ്രേമലേഖനം എഴുത്താണല്ലേ? ആ, ആണെന്ന് വെച്ചോ. ദേ, തടിമിടുക്കുള്ള ആങ്ങളന്മാരുള്ള പെമ്പിള്ളേർക്ക് വല്ലതും ആണെങ്കിൽ സൂക്ഷിക്കണം. അവരെങ്ങാനും അറിഞ്ഞാ വെള്ളവനത്തെ ചൂട് പിടിച്ചേരാ ഞാനേ കാണൂ. കത്ത് എന്തായാലും ഒരു സ്ത്രീ ജനത്തിന് തന്നെ. അമ്മയ്ക്കാവും. ഞാനല്ലാതെ പിന്നെ വേറെ ഏത് സ്ത്രീജനമോ സാറിനെ മൈൻഡ് ചെയ്യാ? എന്നെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ? താനൊരു വായാടിയാണെന്നും സൂക്ഷിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. അമ്മായി അമ്മയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാ. എന്റെ അമ്മ ഒരു പാവ പെണ്ണെ. ആദ്യം ഒരു പ്രൈമറി സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയത്. അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ആയനെ. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും സെന്റിമെന്റലായോ? ഏയ്. സാർ ഒന്ന് എഴുന്നേറ്റ് നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിങ്ങി വന്നേ. ഫാദറിനായി കാണാനുള്ളതാ. ആദ്യ ദർശനത്തിൽ തന്നെ പുള്ളിക്കാരനൊന്ന് ഇംപ്രസ്ഡ് ആയിക്കോട്ടെ. കമോൺ, ആ. എണീക്ക്. പണ്ടത്തെ കാലത്ത് ചെറുക്കനും വീട്ടുകാരും ചേർന്ന പെണ്ണിനെ കാണുന്നത്. ഇപ്പൊ പെണ്ണ ആ ചെറുക്കനെ കൊണ്ട് അച്ഛനെ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിര് പറയുന്നില്ല. ഇനിയിപ്പോ എതിർത്ത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിച്ച് അവസാനം വല്ല അടിയും പറയും പ്രശ്നമൊക്കെ ആയ കേസിന് വക്കാലത്തിന് അച്ഛൻ തന്നെ ചെല്ലണ്ടേ? അത് ശരിയാ. രാമേന്ദ്രൻ ആവുമ്പോ രണ്ടടി കൊടുത്താലും അവൾ സഹിച്ചോളും. തന്നെത്താൻ സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് പരാതി ഉണ്ടാവില്ല. അപ്പൊ വല്ലപ്പോഴും ഒന്ന് രണ്ടെണ്ണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ? തള്ളയില്ലാത്തതല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി ഞാൻ വളരെ താലോലിച്ച് വളർത്തിയതുകൊണ്ട് ഇവൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ താനെന്തായാലും കുറെ വെള്ളം കുടിക്കും. അതെന്താ? കൊള്ളാം, പട്ടാള ഭരണമല്ലേ. കമ്പനിയിൽ ഇവള് ഡയറക്ടറും ഞാൻ MD-യുമാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് പറയുന്നേ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലും തഥൈവ. ചുമ്മാതല്ലല്ലോ, മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു റെയർ സ്പെസിമെൻ അല്ല അച്ഛൻ. അല്പം പ്രഷർ, ഇത്തിരി ഷുഗർ, ലേശം കൊളസ്ട്രോള് എന്ന് വേണ്ട ഈ പണക്കാരൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ട് നടക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ വീണ് ചാവുകയെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് നടത്തിക്കളയാം. താൻ എന്ത് പറയുന്നു? ഉടനെ എന്ന് പറഞ്ഞാൽ? വേണ്ട, ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നു. അത്രയും നാളുകൂടെ താൻ ബാച്ചിലേഴ്സ് ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിനിടയ്ക്ക് ചെയ്യാവുന്ന കുരുത്തക്കേടെല്ലാം ചെയ്തേക്കണം. ആ, അത് ഞാൻ ഏറ്റു. അപ്പോ ഈ കർക്കിടകം കഴിഞ്ഞാൽ കല്യാണം. അമ്മയുടെ അഡ്രസ്സിങ് തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. ശരി. എനിക്ക് ഏ? എണീക്കാൻ ഇന്നത്തെ കുക്കിംഗ് മേൽനോട്ടം ഞാനാ. കൂടെ വന്നെന്ന് കണ്ടുപഠിച്ചോ, ക്ലമണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം. സ്മോൾ അടിക്കുന്നോ ഈ സമയത്ത്? ആ വേണ്ട, പിന്നെയോ? ഒന്നിങ്ങോട്ട് വന്നേ. ഓ പൊക്കോ നമുക്ക് പിന്നെയോ?